പറഞ്ഞു. എൻ്റെ പേര് മുഹമ്മദ് സഹദ്. ഞാൻ വണ്ടി വാങ്ങിയത് ഈ വരുന്ന മാർച്ചിലാണ്. ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഇതാക്കണം ഇപ്പോൾ 4 മാസമായിട്ടുള്ളൂ. എൻ്റെ വണ്ടി ഒരു നായ കുറുക ചാടിയിട്ട് ഞാനിതാക്കണ ഈ കുണ്ടായിത്തോട് സർവീസ് സെൻറ്റർ, അതായത് കോഴിക്കോട് കുണ്ടായിത്തോട് ഒലൻ്റെ സർവീസ് സെൻറ്റർ കയറ്റിയിട്ട് 2 മാസത്തിൻ്റെ മേലായി. 2 മാസത്തിൻ്റെ മേലായിട്ട് ഇവർക്ക് ഒന്ന് വണ്ടി തൊട്ട് നോക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ ചൂടായിട്ട് അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ടുവന്നു, എന്നിട്ട് പോലും ഇപ്പം അതില്ല. ഇന്ന് ഞങ്ങൾ ഇതാക്കണ് ഒലൻ്റെ സർവീസ് സെൻറ്റർ അവിടെ പോയപ്പോൾ അത് അടച്ചെടുക്കുക എന്ന് ചോദിച്ചാലും അവിടുത്തെ ടെക്നീഷ്യന്മാർ ലീവാണ്. ഇവരെന്തുകൊണ്ടാണ് ഈ വണ്ടി വിറ്റതെന്ന് ഇവർ പറയുന്നില്ല. എന്തിനാണ് ഈ വണ്ടി വിറ്റത്? സർവീസ് തീരെ ഇല്ല വണ്ടിക്ക്. ഒരുപാട് വിഷയങ്ങളാണ്. വണ്ടി നിൽക്കുക, ബോഡി മാറ്റാനില്ലാത്ത അവസ്ഥ, സ്പെയർ പാർട്സ് ഇല്ല, അങ്ങനെ ഒരുപാട് അവസ്ഥ. ഇനി എനിക്ക് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരൊക്കെ നിങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയും. വേറൊരു കസ്റ്റമേഴ്സ് ഇല്ല. എൻ്റെ പേര് ഷാനുഖ്. ഞാൻ എൻ്റെ വണ്ടി ഓല സർവീസ് സെൻ്റർ എടുത്തിട്ട് ഇതുവരെ വന്ന കംപ്ലയിൻറ്റുകൾ ഫറൂഖ് കൊണ്ടുപോയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ 1.5 മാസത്തിനടുത്ത് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ പെയ്ഡായിട്ട് സർവീസ് ചെയ്ത് അതിനുശേഷം ആഫ്റ്റർ ആയിട്ട് എൻ്റെ വണ്ടി കിലോമീറ്റർ കണക്ക് ഓടുന്ന സമയത്ത് 3 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി നിന്ന് പോവുക. അതിനുവേണ്ടി ഞാൻ തൊണ്ടയാട് കൊണ്ടുകൊടുത്ത് അവിടുന്ന് സൊല്യൂഷൻ ഇല്ല. ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഒരു അപ്ഡേഷൻ തന്ന് വിട്ട് അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പോയിട്ട് വണ്ടി ചെക്കായിട്ട് റോഡ് വന്ന് വീട് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി അവിടെ പോയ സമയത്ത് അവിടെ സർവീസ് സെൻ്റർ ക്ലോസ് ആണ്, നമ്പറിൽ വിളിച്ചാൽ എടുക്കില്ല. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇവിടെ വണ്ടി റോഡുമേൽ ഇട്ട് പോവുക, റോഡ് ബ്ലോക്ക് ആവുക, വേറെ വണ്ടിക്കാർ കൊണ്ട് ചൊരച്ച് പോവുക. ഓട്ടാൻ കഴിയുന്നില്ല. 4 മാസം അടവ് അടച്ചിട്ടേ ഉള്ളൂ. ആ സമയത്തേക്ക് വണ്ടി കംപ്ലൈൻ്റ് ആണ്. അത് വേറെ ആൾക്കാർ. ഓക്കെ. എൻ്റെ പേര് ആബിൽ അഹമ്മദ്. ഞാൻ കുറ്റിച്ചിറ സ്വദേശിയാണ്. ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് 1 മാസത്തിൽ മേലെ. കാരണം എന്താ വെച്ചാൽ വണ്ടി 60% ചാർജ് ഉണ്ടായ വണ്ടി പെട്ടെന്ന് 0% ആയിട്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചാർജ് ചെയ്യാൻ അങ്ങനത്തെ സ്കൂട്ടർ ഇഷ്യൂ ഒരുപാട് സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റും എല്ലാ കംപ്ലൈൻറ്റും വന്നതോട് കൂടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചതാണ്. കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ 1 മാസത്തിൽ മേലായി. ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സർവീസ് തീരെ കിട്ടുന്നില്ല. നല്ലൊരു സർവീസ് തന്നെ ഇല്ല. ഒരാളടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ അവിടുന്ന് പറയുന്ന പ്രതികരണങ്ങൾ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. 11 മണിക്ക് വന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ്. 3 മണി വരെ നിന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ്. ഓരോരുത്തർ വരുമ്പോഴും ഓരോരുത്തർ ഈ ഷട്ടർ താത്തിട്ടാണ് പോണത്. ഇവിടെ ഇവർ സെയിൽസ് മാത്രം നോക്കണുള്ളൂ, ഇവർ സർവീസ് നോക്കുന്നില്ല. സർവീസ് ഇല്ലാതെ സെയിൽസ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? ഫസ്റ്റ് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. EMI ആണെന്നുണ്ടെങ്കിലും 1 മാസത്തെ EMI ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പൈസ വെറുതെ കൊടുക്കാണ്. ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റീപ്ലൈ അവർ തരുന്നില്ല. ഇവിടെ ആണെങ്കിൽ സർവീസിൻ്റെ ആൾക്കാരില്ല, സർവീസ് ചെയ്ത് നല്ല രീതിയിൽ ഇതാക്കുന്നില്ല. പോട്ടെ, നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ആൾക്കാരില്ല ഇവിടെ. ഇനി അടുത്ത ഒരുപാട് ആൾക്കാർക്ക് സംസാരിക്കാണ്ട്, എല്ലാവർക്കും സംസാരിക്കാം. ഇതാ വണ്ടികൾ, ഇതൊക്കെ സർവീസ് ചെയ്യാനുള്ള വണ്ടികളാട്ടോ. മാസങ്ങളായിട്ട് കിടക്കുന്ന വണ്ടികളാണിത്. ഞാൻ ഇവിടെ 2 മാസം ഇൻഷുറൻസ് കൊടുത്തിട്ട് ഇപ്പൊ ഫോൺ വിളിച്ചാൽ കിട്ടൂല. ഓരോ നമ്പർ തരും. ആ നമ്പറിലൊന്നും വിളിച്ചാൽ എടുക്കുകയില്ല. അതിനുള്ള തക്കതായ മറുപടിയും തരില്ല. ഞാൻ ഇപ്പൊ 2 ദിവസം ഇവിടെ വന്ന് പോകുന്നു. ഇപ്പൊ ഇന്ന് വന്നിട്ടും ഒരു താപ്പ ഇന്ന് വൈകുന്നേരത്തേക്ക് തീരുമാനമാക്കി തരാന്ന് പറയുന്നത്. പക്ഷെ ഇവരാരും ഓരോ നമ്പർ ആരും തരുന്നില്ല. നിങ്ങളിപ്പോ ഈ 2 മാസം അവിടെ വെച്ചിട്ട് EMI നിങ്ങൾ അടിച്ചു. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ വണ്ടി ഉണ്ടോ? ഇല്ല, വണ്ടി ഇല്ല. നിങ്ങളിപ്പോ ബസ് കയറിയിട്ട് നിങ്ങളെ പണി കളഞ്ഞിട്ടല്ലേ? അതെ, അതിനുള്ള നഷ്ടപരിഹാരം ഇവർ തരുന്നുണ്ടോ? ആര് തരുന്നത്? അതിന് ആര് തരണ്ട. നമ്മൾ ഫോൺ വിളിച്ചാൽ അതിനൊരു തക്കതായ ഒരു മറുപടി അത് കിട്ടിയാൽ അതുപോലെ ഇവര് സെയിൽസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സർവീസ് ഇല്ല. ഞാൻ ഇപ്പൊ എവിടെ നിന്ന് വരുന്നത്? മുക്കത്തുനിന്നാണ്. നിങ്ങളൊരു കാര്യം നോക്കണം. മുക്കത്തുനിന്നാണ് പുള്ളി വരുന്നത്. മുക്കത്തുനിന്ന് ഇതുവരെ വരാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അത് ഇന്നല്ല 2-3 ദിവസം. ഇന്നലെ ഒന്ന് വന്ന് ഇന്നലെ വന്നപ്പോ അവിടെ അടച്ചിട്ടതാ. അടച്ചിട്ട് എലിപ്പനിയാന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരാളെ നമ്പർ തന്നെ ആ നമ്പറിൽ വിളിച്ചിട്ട് ആളെ ഫോൺ എടുക്കുന്നത്. സർവീസ് അപ്പൊ തീരെ ഇല്ല. ഇപ്പൊ ചോദിച്ചപ്പോ ഓല് പറഞ്ഞത് അവിടെ സെറ്റർ താത്തിട്ടതാണ്. അവിടെ ഉള്ളിൽ പണി നടക്കുന്നുണ്ട്. പണി നടക്കുന്നില്ല. കുണ്ടായിത്തോടുന്നാണ് ഞങ്ങൾ വരുന്നത്. സർവീസ് ഇല്ല. സെയിൽസിൽ കയറി ചോദിച്ചാൽ അവർ പറയും സർവീസ് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന്. അതെ. ഞാൻ തന്നെ അവിടെ പോയി മറ്റേ ഡെലിവറിന്റെ ഓഫീസുണ്ട് മേലെ. അവിടെ പോയി അവനോട് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു അങ്ങനെ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അവിടെ കസ്റ്റമർ വന്നാൽ ഞാൻ മുടക്കൂട്ടോന്ന് പറഞ്ഞു. ചെയ്യണ്ടേ? എന്തിനാ ഈ സർവീസ് ഇല്ലാത്ത വണ്ടി നമ്മള് മീഡിയക്ക് മുന്നിൽ എത്തിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇനി ഒരാളും ഈ വണ്ടി എടുത്ത് കുടുങ്ങരുത്. അത്രക്കും ബുദ്ധിമുട്ടായി കിടക്കുകയാണ് ഈ ജനങ്ങൾ മൊത്തം. ഇത് എടുത്ത ജനങ്ങൾ മൊത്തം കുടുങ്ങി കിടക്കുകയാണ്. തെളിവല്ല ഇത്. ഈ കാണുന്ന വണ്ടിയൊക്കെ അതിന്റെ അല്ലേ? അതെ. ഇപ്പൊ ഓട്ടോറിക്ഷയിലാക്കുന്ന വണ്ടി വന്നിട്ടുണ്ട്. അത് എവിടെ ഇറക്കുന്നവർക്ക് അറിയില്ല. ആ രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്നത്തെ ഒരു ദിവസത്തെ വണ്ടിക്ക് പുറകെ നമുക്ക് നടക്കാൻ കഴിയത്തില്ല. നമുക്ക് വേറെ ഒരുപാട് വർക്കും കാര്യങ്ങളും എത്ര പ്രാവശ്യം വിളിച്ചു, പക്ഷെ ഒരു ആരും ഫോൺ എടുക്കുന്നില്ല.